വെൽക്കം ബാക്ക് ടു ട്രിപ്പിംഗ് വിത്ത് ഇജെ. ഇന്നിപ്പം നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ഡൽഹിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ജയ്പൂർ നൈറ്റ് മൊത്തമായിട്ട് എക്സ്പ്ലോർ ചെയ്തു. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിച്ചിട്ടാണ് നമ്മൾ ടുവാർഡ്സ് ചണ്ഡീഗഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്നിപ്പം ഈ പോകുന്ന വഴിയിൽ നമുക്ക് എന്തെങ്കിലും കാഴ്ചകൾ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷെ നമുക്ക് പ്ലാനിൽ ഈ ഇവിടുന്ന്, അതായത് ജയ്പൂർ ടു ചണ്ഡീഗഡ് വരെ പ്ലാനിൽ നമുക്ക് സൈറ്റ് സീയിങ്ങിന് പറ്റിയ സ്ഥലങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ ഇന്ന് എന്തായാലും ഒരു 8.5 മണിക്കൂറിൻ്റെ ഡ്രൈവ് ഗൂഗിൾ മാപ്പ് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഭക്ഷണം കൂടിയും കഴിച്ച് അവിടെ എത്തുന്ന സമയത്ത് എന്തായാലും ഒരു 10 hours മുകളിലാവും. ഇപ്പം തന്നെ 11 മണിയായി. അപ്പോൾ ഒരു 8 മണിയാകുമ്പോഴത്തേക്കെങ്കിലും ചണ്ഡീഗഡ് എത്തണം. നാളെ മുതൽ നമുക്ക് 6 മണിക്കൂറും 7 മണിക്കൂറും ഡ്രൈവേ വരുന്നുള്ളൂ. അത് ജമ്മു ശ്രീനഗർ രീതിയിലാണ് പോകുന്നത്. അതിൽ നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കാണാം. ഇതും സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഇതിലും നല്ല കാഴ്ചകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇതും ആഡ് ചെയ്തിട്ട് തന്നെ ഒരു എപ്പിസോഡായിട്ട് ഇടുന്നതായിരിക്കും. ഈ റൂട്ടാണ് ഗോൾഡൻ ട്രയാങ്കിൾ സർക്യൂട്ട് എന്ന് പറയുന്നത്. അതായത് ഈ ജയ്പൂര്, പിന്നെ ഡൽഹി, പിന്നെ ആഗ്ര, ഈ 3 പ്ലേസാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ടൂറിസ്റ്റ് പ്ലേസിനെയും കൂടി കണക്ട് ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ രൂപത്തിലുള്ള സർക്യൂട്ടാണിത്. ഇതെന്ന് വെച്ചാൽ ഹൈലി അടിപൊളി റോഡുകളും പിന്നെ അതുപോലെ തന്നെ റോഡിൻ്റെ 2 സൈഡിലുമായിട്ട് ഒരുപാട് ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു റൂട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ ട്രാവൽ ചെയ്യുന്ന റൂട്ട് തന്നെയാണ്. അപ്പോൾ സേഫാണ്, ഒരു പേടിയും വേണ്ട കേട്ടോ. ഇതാ ഈ കാണുന്ന മാപ്പിൽ അത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. രാജസ്ഥാനിൽ വന്നിട്ട് ഒട്ടകങ്ങളെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും രാജസ്ഥാൻ യാത്ര പൂർണ്ണമല്ല. നമ്മൾ സിറ്റി ബേസ് ചെയ്ത് ട്രാവൽ ചെയ്തതുകൊണ്ടായിരിക്കും ഒട്ടകങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ ഇതാ ഈ ഒരു ഗ്രാമപ്രദേശങ്ങളിലൂടെ പോകുമ്പോൾ ഒട്ടകങ്ങളും പിന്നെ ഒട്ടകങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്ന വണ്ടികളും ഒക്കെ ഇവിടുന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് രാജസ്ഥാനിലെ കർഷകരെ സമരത്തിൻ്റെ വേദിൻ്റെ അടുത്തുകൂടെയാണ്. ഈ റോഡിൻ്റെ സൈഡിൽ കാണുന്നതൊക്കെ ഈ കർഷകർ കെട്ടിയിട്ടുള്ള ടെൻറ്റുകളാണ്. ഇപ്പോൾ കുറേ ആയല്ലോ അങ്ങനെ സമരം നടക്കുന്നത്. അപ്പം അവർ അവരുടെ ഭക്ഷണം കഴിക്കലും കുളിയും എല്ലാം ഈ ടെൻറ്റുകളിൽ നിന്നാണ്. നമുക്ക് പോകുമ്പോൾ തന്നെ അതൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പം രാജസ്ഥാൻ പഞ്ചാബ് ബോർഡറാണ്. അപ്പോൾ ഇവിടെ പോലീസുകാർ വലിയ ബാരിക്കേഡുകളും അതേപോലെ തന്നെ വലിയ കല്ലൊക്കെ വെച്ചിട്ട് ഈ ബോർഡർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഈ കർഷകർ ബോർഡർ വിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രദ്ധിക്കുന്നത്. നോ ഫാർമർ നോ ഫുഡ്, ഇതാണ് ഈ കർഷകരുടെ മുദ്രാവാക്യം. നമുക്കറിയാം ഫാമേഴ്സ് ഇല്ലാണ്ട് നമുക്കൊരിക്കലും ഫുഡ് സെക്യൂരിറ്റി ഉണ്ടാവില്ല എന്നുള്ള കാര്യം. അപ്പം എന്തായാലും ഇനി ഈ കർഷക സമരം എങ്ങനെ നീണ്ടു പോവാതെ കർഷകർക്കും അനുകൂലമായിട്ട് നല്ല രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും കർഷകരുടെ സൈഡിൽ നിന്നും ഏറ്റവും നല്ല തീരുമാനങ്ങൾ വന്ന് ഈ സമരം ഒത്തുതീർപ്പാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മെയിൻ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണ് കർഷകർ സമരം ചെയ്യണ്ടടാ. അപ്പോൾ ദില്ലിയിലേക്ക് പ്രവേശിപ്പിക്കരുത് എന്നുള്ളത്
പ്രധാനമന്ത്രിയൊക്കെ പറഞ്ഞു ഔട്ടറിൽ ഇവിടെ നമ്മൾ കയറി കഴിഞ്ഞാൽ ഓലെ ഒരു ബ്ലോക്ക് ചെയ്യും, അറസ്റ്റ് ചെയ്യും. നമ്മൾ നോർത്ത് സൈഡിലേക്ക് കയറി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് റോഡിൻ്റെ സൈഡുകളിലൊക്കെ ആയിട്ട് ധാബകളാണ് ഉണ്ടാവുക. ധാബകളിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ഫുഡും നല്ല ടേസ്റ്റി ഫുഡുമാണ്. അപ്പോൾ നമ്മളും അധിക സമയത്തും ധാബകളിൽ നിന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചത്. പഞ്ചാബീസിൻ്റെ ധാബകളാണ് അധികവും ഉള്ളത്. ഇതിപ്പം ഇന്ന് റൈസും അവിടുത്തെ സ്പെഷ്യൽ ദാൽ കറിയാണ്. അപ്പം നമ്മളൊന്ന് കഴിച്ച് നോക്കട്ടെ. കുറേ ദിവസമായി റൈസ് കിട്ടിയിട്ട്, ഇന്നിപ്പോൾ റൈസ് കിട്ടിയതുകൊണ്ട് എന്തായാലും നാട്ടിലൊരു ഭക്ഷണത്തിൻ്റെ ഓർമ്മയൊക്കെ തിരിച്ച് വന്നിരിക്കുകയാണ്. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് പഞ്ചാബിലൂടെയാണ്. പഞ്ചാബിൻ്റെ രണ്ട് സൈഡിലും കൃഷികളാണ്. നമ്മൾ നോക്കിയാൽ കണ്ണെത്താ ദൂരത്തോളം കൃഷികളാണ് കാണുന്നത്. അതിൽ നെല്ല് വിളവെടുക്കുന്നതൊക്കെ നല്ല ഭംഗിയുള്ള ദൃശ്യങ്ങൾ ഹൈവേ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നെല്ല്, ചോളം, ഷുഗർ കെയിന്, അതാണ് ഈ ഹൈവേൻ്റെ രണ്ട് സൈഡുമായിട്ട് ഏറ്റവും അധികം കണ്ടിട്ടുള്ളത്. പിന്നെ ഹൈവേന്ന് ഇങ്ങനെ രണ്ട് സൈഡിൽ ഈ നെൽപ്പാടങ്ങളൊക്കെ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. നമ്മൾ ആരും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു വ്യൂ ആണത്. അത് നമുക്ക് പഞ്ചാബിൽ നിന്ന് മാത്രമാണ് ഇത്രയും ഭംഗിയുള്ള വ്യൂ കിട്ടിയത്. നമ്മളെ ഇന്ത്യയിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഓരോ സ്റ്റേറ്റിനും ഓരോരോ രീതികളാണ്. ഇവിടെ പഞ്ചാബിലെത്തുമ്പോൾ പഞ്ചാബി സ്റ്റൈലാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകളായാലും ഇവിടുത്തെ ക്ഷേത്രങ്ങളായാലും ഒക്കെ വരുന്നത്. രാജസ്ഥാനികൾക്ക് വേറൊരു ടൈപ്പ്, അതായത് ഒരു പാലസ് സ്റ്റൈലാണ് അവരുടേത്. അപ്പം നമ്മളെ എല്ലാ സ്റ്റേറ്റുകളും നമ്മൾ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ ഭംഗിയാണ്. അപ്പം നമ്മൾ ഏത് സ്റ്റേറ്റ് വിസിറ്റ് ചെയ്യുകയാണെങ്കിലും നമ്മൾ വേറെ എവിടെ പോയൊരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. അത് ഇന്ത്യയിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. വേറെ എവിടെ നിന്നും ഇങ്ങനത്തെ ഒരു ഫീല് നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റൂല.
ഫൈനലി ഇന്നത്തെ നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ ഓൾമോസ്റ്റ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹരിയാനയിലെ ചണ്ഡീഗഡ് സിറ്റിയിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ വിചാരിക്കുന്നത്. ചണ്ഡീഗഡ് എന്ന് പറഞ്ഞാൽ വളരെ റഷായിട്ടുള്ള ഒരു ലക്ഷറിയസ് സിറ്റിയാണ്. ഇവിടെ എല്ലാതരം ഷോപ്പിംഗ് ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. പിന്നെ ആണെങ്കിൽ ഹോട്ടൽസ് എല്ലാം ഉണ്ട്. എപ്പോഴും ഒരു ബിസി ആയിട്ടുള്ളൊരു സിറ്റിയാണിത്. പിന്നെ നമ്മൾ ഈ കുളു മണാലിയിലേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അധിക പേരും ചെയ്യുക ഡൽഹിയിൽ വന്നിട്ട് അവിടുന്ന് വോൾവോ ബസ്സിലൊക്കെ പോവുക ചെയ്യാം. പക്ഷേ ഈ റൈഡേഴ്സ് ഉണ്ടല്ലോ, ഈ ബൈക്കും കാറും റൈഡേഴ്സ്, അവരൊക്കെ ഈ ചണ്ഡീഗഡിൽ വന്നിട്ട് അവിടെ നിന്നാണ് യാത്ര തിരിക്കുക. ചണ്ഡീഗഡിന് റൈറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കുളു മണാലി റീജിയനിലേക്കും, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ ഡൽഹിയിലേക്കുമാണ് എത്തുക. അപ്പം നമ്മളും ചണ്ഡീഗഡിന് തന്നെ പോകാനാണ് വിചാരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ ജമ്മുവിലേക്ക് പോകാനാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മളെന്തായാലും ഇന്നിവിടെ സ്റ്റേ ചെയ്യുകയാണ്. നമ്മൾ ഹോട്ടലിൽ എത്തിയത് ഒരു നല്ല സമയത്താട്ടോ. ഇവിടെ ഒരു ഡെറാഡൂണിലെ ഒരു ടീമിൻ്റെ കല്യാണം സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്തു കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് വെള്ളം കുടിച്ച് ഇറങ്ങുക ചെയ്തത്. കാരണം നമ്മൾ പോകുന്നത് ലഡാക്കിലേക്കാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് വീണ്ടും RT-PCR ഒക്കെ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ, ഫംഗ്ഷനിലൊക്കെ പങ്കെടുത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മളെയും ബാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം കല്യാണത്തിന് വരുന്ന അവരെയും അത് ബാധിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം ഒന്ന് വെള്ളം കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുക ചെയ്ത്. എന്തായാലും ഒരു ഡെറാഡൂൺ കല്യാണമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞത് അതൊരു നല്ല ഫീലിംഗ് ആയിട്ടോ.
എന്തായാലും ഒരു ഡെറാഡൂൺ കല്യാണം കണ്ട ഫീലിങ്ങിൽ നമ്മൾ ഉറങ്ങാൻ പോവാണ്. ഗുഡ് നൈറ്റ്.